بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ومنذ ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزمي. പ്രിയപ്പെട്ട നൂറുൽ ഖുലൂബ് ബുർദ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് 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 അലാ കുല്ലി ഹൽ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തങ്ങൾ പൊരുത്തപ്പെട്ട, തങ്ങളുടെ മഹബത്ത് ലഭിക്കാൻ കാരണമായ, ഒരുപാട് ആളുകൾ വിജയിക്കാൻ കാരണമായ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കാരണമായ, ഇരുലോക വിജയത്തിന് നിദാനമായ, വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത, എഴുത്തുകളെ കൊണ്ട് എഴുതി വിശദീകരിക്കാൻ കഴിയാത്ത മഹാകാവ്യം ബുർദ. ആ ഒരു പഠനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു തൗഫീഖാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ അവസരം നൽകി എന്നത്. അള്ളാഹു അതിൻ്റെ പരിപൂർണത വരെ നമുക്കത് നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നൂറുൽ ഖുലൂബ് ബുർദ പഠനത്തിൻ്റെ 3ാമത്തെ ബാച്ച്, അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പഠിതാക്കളാകുന്ന ഞാനടക്കമുള്ള എന്നോടും നിങ്ങളോടും പറയാൻ 1-2 വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ഇൻഷാ അല്ലാഹ് ഇവിടെ തൽക്കാലം നിർത്തി നമുക്ക് വിഷയാവതരണത്തിലേക്ക് നാളെ മുതൽ കടക്കാം. ആദ്യമായി ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളല്ല, ഞാൻ ബുർദ പഠിക്കുന്ന ആളാണ്. നിങ്ങളോടൊപ്പം അത് ഞാൻ പറഞ്ഞു പഠിക്കുന്നു, നിങ്ങൾ കേട്ടു പഠിക്കുന്നു എന്ന് മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. അല്ലാതെ പഠിച്ച് പറയുകയല്ല, ഞാനും നിങ്ങളെപ്പോലെ പഠിക്കുകയാണ്. അള്ളാഹു നമ്മളൊക്കെ പഠനം കബൂലാക്കി സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഏത് വിഷയത്തിലേക്കാണ് ഇറങ്ങിത്തിരിഞ്ഞത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഞാനും നിങ്ങളും ഇപ്പോൾ ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാൻ, തങ്ങൾ ആരാണ് എന്നതിൻ്റെ വലുപ്പവും അതിൻ്റെ വിശാലതയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ബുർദയിൽ ഇങ്ങനെ വരും. അതിപ്പോൾ തുടങ്ങുന്നില്ല. അപ്പം ഏറ്റവും നമുക്കറിയാം, അള്ളാഹു തആല ഇഷ്ടപ്പെട്ട, അള്ളാഹുവിൻ്റെ ഹബീബാകുന്ന എല്ലാവരെക്കാളും അല്ലെ, നബിമാർക്കാണ് ഏറ്റവും മഹത്വം. ആ നബിമാരിൽ ഏറ്റവും മഹത്വമുള്ളവർ മുർസലീങ്ങളാണ്. അതിൽ തന്നെ ഖുർആനിൽ പേര് പറയപ്പെട്ട 25 നബിമാർ, അവരിൽ നിന്ന് തന്നെ പ്രത്യേകമായ 5 ഉലുൽ അസ്മുകൾ, അതിൽ നിന്ന് ആ 5 ആളുകളിൽ നിന്ന് ഏറ്റവും ടോപ്പിലുള്ളത് ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ടോപ്പിലുള്ള ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ള ബോധം ആദ്യം നമുക്ക് വേണം. എന്നാലേ നമ്മുടെ ഈ പഠനത്തിൻ്റെ വലുപ്പവും കടുപ്പവും മഹത്വവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഏത് വിഷയത്തെക്കുറിച്ചാണോ, ആരെക്കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത്, അവരുടെ മഹത്വം എന്താണ്, അവരുടെ പവർ എന്താണ്, ആ പവറിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ പഠിക്കുന്നത് കേവലം ഒരു ആളെക്കുറിച്ചല്ല, കേവലം ഒരു പഠനമല്ല, നമ്മുടെ നേതാവാകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ആദ്യം നമുക്കൊരു ബോധം വേണം. എന്നാലേ നമ്മുടെ പഠനത്തിനോട് നമുക്കൊരു താല്പര്യവും ബഹുമാനവും പരിഗണനയൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റേ കേവലം സ്കൂളത്തെ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കുന്നത് പോലെ ഈ പഠനം കണ്ടാൽ അത് നമുക്ക് പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം ആദ്യം
ഇത് പഠിക്കുന്നത് ലോക നേതാവിനെ കുറിച്ചാണ് എന്നുള്ള ഒരു ബോധം. അപ്പം ആ ഒരു ബഹുമാനവും ആ ഒരു പരിഗണനയും എല്ലാം നമ്മൾ കൊടുക്കണം. അപ്പം ഇൻഷാ അല്ലാ ക്ലാസ് കേൾക്കുന്ന സമയത്ത് പരമാവധി വുളു എടുക്കാൻ പറ്റുന്ന സമയത്ത് വുളു എടുത്ത്, എന്ന് പറഞ്ഞാൽ ഇപ്പം അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്ക് വുളു എടുക്കാൻ പറ്റൂല, അപ്പം വേണ്ട. അപ്പം അല്ലാത്ത എല്ലാ സമയത്തും വുളു എടുത്ത് പരമാവധി കിബിലയിലേക്ക് തിരിഞ്ഞ് എല്ലാ ഒച്ചപ്പാടിൻ്റെയും ഇടയിൽ നിന്ന് കേൾക്കാതെ സ്വസ്ഥമായി, ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സ്കൂളിൽ പോയിട്ട് ആ ഒരു സമയത്ത്, എന്നല്ലേ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ അതിന് ബുർദ പഠിക്കാൻ നമുക്കൊരു പ്രത്യേകമായ ഒരു സ്ഥലം, ഒരു മേശയൊക്കെ വിട്ട് അത് കിബിലക്ക് നേരെ വെച്ചുകൊണ്ട്, പറ്റുമെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിന് നേരെ മുമ്പിൽ തന്നെ ഒരു പച്ച കുബ്ബ വരച്ചതോ അല്ലെങ്കിൽ ഫ്രെയിമോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെക്കുക. അപ്പം നമ്മൾ മുത്തുനബിയുടെ റൗള ഷരീഫിൻ്റെ അല്ലെങ്കിൽ മസ്ജിദ് നബവിയുടെ നല്ല ഫോട്ടോ ഉണ്ടാവും, അത് മുമ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ ക്ലാസ് കേൾക്കുന്ന പോലെ, അല്ലെങ്കിൽ തങ്ങളെ ചാരത്താണ് ഉള്ളത് നമുക്ക് തോന്നിപ്പോവും. എവിടെ? നമ്മുടെ മുമ്പിൽ പച്ച കുബ്ബ ഉണ്ടായാൽ മതി.